ആഘോഷങ്ങൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും നടൻ മോഹൻലാലും തമ്മിലുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് പുറത്തിറങ്ങും. PRD തയ്യാറാക്കിയ കണ്ടും മിണ്ടിയും ഇരുവർ എന്ന പരിപാടിയാണ് ഇന്ന് സംപ്രേഷണം ചെയ്യുന്നത്. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം റിപ്പോർട്ടറിൽ വൈകിട്ട് 6 മുതൽ പ്രേക്ഷകർക്ക് കാണാം. രജനീകാന്തിന്റെയാണ്. അതും ആക്ഷൻ സിനിമ. ആക്ഷൻ പടങ്ങൾ പൊതുവെ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഏതെങ്കിലും ഒരു സിനിമ സീൻ അത് അങ്ങ് യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ ചോദിക്കാറില്ല. ജീവിതത്തിലെ എന്തിന്റെയെങ്കിലും പേരിൽ അങ്ങ് പശ്ചാത്തപിച്ചിട്ടുണ്ടോ? പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുള്ളൊരു ഘട്ടം പറഞ്ഞാല് നമ്മുടെ അടിച്ച് തോല് പൊളിക്കുക എന്ന് പറയുന്നില്ലേ, എന്റെ ഈ ശരീരത്തിന്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. സാർ, ഞാൻ അഭിനയിച്ച ഏതെങ്കിലും സിനിമയിലെ ഒരു ഡയലോഗ് സാറിന് ഓർമ്മയുണ്ടോ എന്നോട് പറയാൻ? അത് എന്തല്ല ദിനേശനും ദാസനും ഒക്കെ എന്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം. റോഷിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റോഷിപാൽ, ടീസർ ഹിറ്റാണ്, ഒപ്പം വിവാദവുമായി ഇന്നിപ്പോൾ 6 മണിക്കായി കാത്തിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് റിപ്പോർട്ടറിലൂടെയും കാണാം അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം. ഇനി എങ്ങനെയായിരിക്കും അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലേക്ക് കൂടിയാണ് അല്ലേ? ശ്രുതിയൊന്ന്, കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി 10 വർഷം മുഖ്യമന്ത്രി പദത്തിൽ പിണറായി വിജയൻ പൂർത്തിയാക്കുകയാണ്. ആ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ സിനിമാ താരം മോഹൻലാലുമായുള്ള അഭിമുഖം. അതിൽ രാഷ്ട്രീയം മാത്രമല്ല, ജീവിതം, സിനിമ, അങ്ങനെ തുടങ്ങിയ പല വിഷയങ്ങളും ആ 30 മിനിറ്റിൽ സംസാരിച്ചു പോകുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്താണ് എന്ന് സൗമ്യനായ ഒരു മുഖ്യമന്ത്രിയുടെ, കാരണം രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള മറ്റു കാര്യങ്ങളാണ് അവിടെ ഇരുവരും തമ്മിൽ സംസാരിച്ചതെന്ന സൂചനയാണ് ടീസറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ എന്താണ് എന്നത് കൗതുകത്തോടെ കാത്തിരിക്കുന്നു. ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ആ വീഡിയോ, ആ അഭിമുഖം തയ്യാറാക്കിയിട്ടുണ്ട് എന്നത് ടീസറിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതേസമയം അതിൻ്റെ മറുഭാഗം, അതിന് വല്ലാത്ത വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വരുന്നുണ്ട്. നേരത്തെ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലഘട്ടത്തിൽ മോഹൻലാലുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ അതേ മാതൃക, അതേ പേര് അവിടെ ആവർത്തിക്കുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നു. ഏതായാലും ഈ അഭിമുഖം 6 മണിക്കാണ് അത് റിപ്പോർട്ടർ സംപ്രേഷണം ചെയ്യുന്നത്, അതിൻ്റെ പൂർണ്ണരൂപം സംപ്രേഷണം ചെയ്യുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവരും കാത്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തുടർച്ചയായ മുഖ്യമന്ത്രി പദത്തിൽ ഒരു വ്യക്തി, ഒരു രാഷ്ട്രീയ നേതാവ് ഇരിക്കുന്നതെന്നൊരു പ്രത്യേകത കൂടി പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഭിമുഖവും അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സർക്കാർ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ, അത് പൂർത്തിയാകുന്ന 10 വർഷം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു അഭിമുഖത്തിന് തീരുമാനമെടുത്തിട്ടുണ്ടാവുക. ഏതായാലും അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നത് അത് കാത്തിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മകളടക്കം അതിൽ പങ്കുവെക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയും ഭക്ഷണവും എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രുതി, ഓക്കെ, എന്തായാലും ടീസർ ഇറങ്ങി ഹിറ്റായി, വിവാദമായി, അതിൽ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ 6 മണിക്ക് അതിന്റെ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് റിപ്പോർട്ടറിലൂടെ കാണാം. അതിനായുള്ള കാത്തിരിപ്പിലാണ് എങ്ങനെയായിരിക്കും അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം എന്നറിയാൻ. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.